നമുക്കൊരു സദ്യ സ്റ്റൈല് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി വാളംപുള്ളി കുതിരാൻ വെച്ചത് നാരൊക്കെ കളഞ്ഞ് അതിൻ്റെ സത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി അത് തിളയ്ക്കണ നേരം കൊണ്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കതൊന്ന് വറുത്തെടുക്കാം. അതിന് ശേഷം നേരത്തെ തിളപ്പിക്കാൻ വെച്ച പുളിവെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി അത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുറുകി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കടുകും വേപ്പിലയും വറ്റൽമുളകും നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു ചെറിയ ചീഞ്ചട്ടി വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് അത് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ട്